നമ്മൾ നല്ലൊരു ഡ്യുവറ്റ് സോങ് ആസ്വദിച്ചു. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. റെട്രോ സ്റ്റൈൽ റൗണ്ടുമായി എത്തുന്നു ഭാഗ്യലക്ഷ്മി. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഭാഗ്യ. ഭാഗ്യക്കുട്ടി, ഹായ് ചേച്ചി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. റെട്രോ സ്റ്റൈലിന് പറ്റിയ ഒരു കോസ്റ്റ്യൂം. ഭാഗ്യക്കുട്ടി ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? മേരെ ജീവൻ സാഥി എന്ന ഫിലിമിലെ ആവോന. നല്ല സോങ് സെലക്ഷൻ ആണ്. എന്റെ ഫേവറേറ്റ് സോങ് ആണ്. അപ്പൊ നന്നായിട്ട് പാടുക ഭാഗ്യ. നല്ല മാർക്ക് വാങ്ങിക്കാം. താങ്ക് യു ചേച്ചി. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട്. गले लगा लो ना, लगी बुझा दो ना, हो चली जा। तुमने जो अगल लगाई है, तो झुकी देखो ना, कहाँ कहाँ। देखो सीने में कैसे हलचल मची है, ओ साजना पापा पापा पा। देखो सीने में कैसे हलचल मची है, ओ साजना। भोना गले लगा रोना, लगे बुझा दो ना, ओ चली जा। तुम्हें जो अगल लगाई है, तो झुकी देखो ना, देखो सीने में कैसे हलचल मची है, ओ साजना पापा पापा पा। देखो सीने में कैसे हलचल मची है, ओ साजना। कैसी शर्मीले हो जानी, आजा 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 ना लहरा के, दुनिया से डरते हो तुम। सारे दीपक आई हूँ बुझा के, अब तो नहीं कोई एक तुम हो एक हम। तराता तराता पापा 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 पापा। बुझा दो ना, ओ चली जा। तुमने जो अकल लगाई है, तो झुकी देखो ना, कहाँ कहाँ। देखो सीने में कैसे हलचल मची है, ओ साजना पापा पापा पा। देखो सीने में कैसे हलचल मची है, ओ साजना। बहके मैं बहके मैं बहके, साजन कसदा हिनवा होगा है रहा। मन ही न तरसे मिलन का, दिल भर प्यासा प्यासा तन भी मेरा। मुझको इन बाहों में ले लो नज़रों, तराता तराता पापा 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 पापा। गले लगा लो ना, लगे बुझा दो ना, ओ चली जा। तुमने जो अगल लगाई है, तो झुकी देखो ना, कहाँ
हलचल मची है ओ साजना पापा पापा पा देखो सीने में कैसे हलचल मची है ओ साजना Thank you. ഭാഗ്യക്കുട്ടി നല്ല പെർഫോമൻസ് ആയിരുന്നു ഭാഗ്യ. മോളുടെ ഈ പെർഫോമൻസ് എനിക്ക് മോളി ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഇത് തന്നെയാണ്. താങ്ക് യു ചേച്ചി. മോളും ഇനി കമന്റ്സ് അറിയാം അല്ലേ നമുക്ക്? റിമി ചേച്ചി മോളുക്കുട്ടി കാലക്കി. താങ്ക് യു ചേച്ചി. കുറച്ച് 2-3 സ്റ്റേജായിട്ട് ഭാഗ്യക്കുട്ടി ഇങ്ങനെ ഒരു ചെറിയ അത്ര സുഖകരമായ ഘട്ടങ്ങളിലൂടെ ആയിരുന്നില്ല യാത്ര അല്ലെ? പക്ഷെ ഒരു തിരിച്ചുവരവ് തന്നെ ഇതിലൂടെ നടത്താൻ പറ്റിയെന്നാണ് ചേച്ചിയുടെ വിശ്വാസം. ഈ പാട്ടിന് പറ്റിയ ഒരു രീതിയിൽ ശരിക്കും ആശാജിയാണ് പാടിയേക്കുന്നത്. മോൾ ഏത് പാട്ട് പാടിയാലും മോളുടേതായ ഒരു സ്റ്റൈൽ കൊണ്ടുവരും. അത് വേറെ കാര്യം, നല്ലൊരു കാര്യമാണ്. മോളുടെ ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് വലിയൊരു കാര്യം. മോള് എന്തോ പാടുമ്പോ എന്താ നമുക്ക് ഭയങ്കര ആ പാട്ടായിട്ട് വളരെ മാച്ചിങ് ആയിട്ടും പിന്നെ എന്താ കുറ്റങ്ങളായിട്ടൊന്നുമില്ല മോളെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. മേരേ ജീവൻ സാത്തി എന്ന ചിത്രത്തിലെ R.D. ബർമന്റെ സംഗീത സംവിധാനത്തിലുള്ള എക്കാലത്തെയും ഒരു ഹിറ്റ് ഗാനമാണ് മോൾ എടുത്തത്. അത് കൊറിയോഗ്രഫിയും എല്ലാം കൂടെ ചേർന്നപ്പോ അവരെന്ത് രസമായിട്ട് ഇടയ്ക്ക് മുകളിലോട്ടുള്ള ശ്രദ്ധ വിട്ടുപോകുന്നു. നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുമ്പോഴേ അത് എന്തായാലും അവരെല്ലാരും കൂടെ ചേർന്ന് ശരിക്കും നല്ലൊരു റെട്രോ റൗണ്ടില് ഒരു ഉഗ്രൻ വിരുന്ന് തന്നെ തന്നു നമുക്ക് ഈ പാട്ടിലൂടെ. രസകരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. ഭാഗ്യലക്ഷ്മി, എന്തോ മേരേ ജീവൻ സാഥി എന്ന സിനിമയിലെ പാട്ടാണ്. ആശ ഭോസ്ലെയാണ് പാടിയിരിക്കുന്നത്. രാഹുൽ ദേവ്ബർമന്റെ സംഗീതം. മോള് ഫാന്റാസ്റ്റിക് ആയിട്ട് പാടി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. മോളുടെ ഒരു പോസിറ്റിവിറ്റി, മോളുടെ ഒരു എനർജി ലെവലും ഉണ്ട്. അത് ഈ പാട്ടിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു. ഇത് ബിക്കോസ് ഇത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഹെലൻ എന്ന എക്കാലത്തെയും ഒരു സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ ഹെലന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയി വിലയിരുത്തപ്പെടുന്ന ഒരു ഗാനം കൂടിയാണ് അത്. അപ്പോൾ മോൾ അസലായിട്ട് പാടി. റെട്രോ റൗണ്ടിന് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പാട്ട്. ആൻഡ് മോളുടെ എനിക്ക് ഒരൊറ്റ പ്രശ്നം, ചെറിയ പ്രശ്നം മാത്രം തോന്നുന്നു. കുറെ വാക്കിന്റെ ഉച്ചാരണം ആവേശം കൂടിയത് കാരണം വാക്കുകളുടെ സ്ട്രെസ് കൂടി പോകുന്നു ചില സ്ഥലത്ത്. 2-3 സ്ഥലങ്ങളിൽ മോളുടെ ഡിക്ഷന്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ഭാഗ്യ. താങ്ക് യു ഫോർ എ ഗ്രേറ്റ് പെർഫോമൻസ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഭാഗ്യലക്ഷ്മി നന്നായിട്ട് പാടി കേട്ടോ. നല്ല ഇത്തരം പാട്ടുകൾ ഭാഗ്യലക്ഷ്മി നല്ല അസലായിട്ട് പാടാറുണ്ട്. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. ആശാ ഭോസ്ലെ അവരുടെ പാട്ട് നമുക്ക് അറിയാം. അവരുടെ ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഓരോ അക്ഷരങ്ങളിലും ഓരോ ഫ്രേസുകളിലും അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് കൊണ്ടുവരുന്ന സിംഗറാണ് അവര്. ഇപ്പോൾ പോലും പാടിയാൽ പോലും അവരുടെ ഒരു മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ്. എനിക്ക് തോന്നിയത്, ഞാൻ പലപ്പോഴായി ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രശ്നം, പക്ഷെ ഇത്തരം പാട്ടുകളിൽ അത് കുറച്ച് അത്ര ഇൻഫ്ലുവൻഷ്യൽ അല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഭാഗ്യ ഈ റൗണ്ടിൽ നല്ല രീതിയിൽ തന്നെയാണ് പാടിയത്. ശരിക്കും ആവോന എന്നല്ലേ പറയാ ആദ്യത്തെ ഭായൊക്കെ കേൾക്കണ പോലെ അത്രയും ഒരു അണ്ടർലൈനിങ് വേണ്ട കേട്ടോ, അത്രയും സ്ട്രെസ് വേണ്ട. ശരിക്കും അത് കുറച്ച് സൂക്ഷിച്ച് കേട്ടപ്പോഴാണ് ആവോന എന്നാണെന്ന് മനസ്സിലായത്. നമ്മളൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് സ്വയം കേട്ടിട്ട് തിരുത്തണം കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. ബായ്ക്കുട്ടി, ഇനി മാർക്ക് അറിയാൻ സമയമായിരിക്കാണ്. നമുക്ക് അനുവേട്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അനുവേട്ട. മോളെ ഞാൻ 28 out of 30 നൽകുന്നു. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസിൽ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. 4 out of 4. താങ്ക് യു ചേട്ടാ. താങ്ക് യു അനുവേട്ട. റിം ചേച്ചി. ഞാനും 28. താങ്ക് യു ചേച്ചി. ഫീലിന് 2.75. താങ്ക് യു ചേച്ചി. താങ്ക് യു റിം ചേച്ചി. ബി ചേട്ടാ. 27.75. താങ്ക് യു സർ. എക്സ്പ്രഷന് 2.5. താങ്ക് യു ബി ചേട്ടാ. ഭാഗ്യക്കുട്ടി, മോളുടെ ടോട്ടൽ സ്കോർ 93 on 100. 93 നല്ല സ്കോർ ആണ് അല്ലേ ഭാഗ്യ? അപ്പൊ 5th സ്റ്റേജിലെ എല്ലാ പെർഫോമൻസും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സ്കോർസ് തന്നെയായിരുന്നു എല്ലാം അല്ലേ? അപ്പം അടുത്ത സ്റ്റേജിൽ കാണാം ഭാഗ്യക്കുട്ടി.